ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു നാടൻ മട്ടൻ കറി ഇട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മട്ടൻ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ മട്ടൻ ഉണ്ടാവും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2-3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണയാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ 2 വലിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളി നമുക്ക് വാട്ടിയെടുക്കാം. നന്നായിട്ട് ഉള്ളി വാടണം കേട്ടോ. ഈ ഉള്ളി വാട്ടുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മളെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, ഒരു 1/2 സ്പൂണ് ഇഞ്ചി ചതച്ചത് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മളെ 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായി വരണം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഉള്ള മസാലകളാണ് ഇടുന്നത്. അതിൽ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. മസാലൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെ മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടനെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ ഇളക്കിയപ്പോൾ ഒരു കഷ്ണം ചാടിപ്പോയി. അപ്പോൾ മട്ടൻ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 2-3 മിനിറ്റെങ്കിലും നമ്മൾ മട്ടൻ നന്നായിട്ട് വഴറ്റണം. എന്നാൽ നമ്മൾ മട്ടൻ കഷ്ണം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചുടുവെള്ളമൊന്നുമല്ല, നോർമൽ പച്ചവെള്ളം തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചുടുവെള്ളമല്ല, പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്കിത് കുക്കർ അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ മട്ടൻ വേവുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. തേങ്ങ വറുത്ത് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട തേങ്ങയും കൂടെ വറുത്തരച്ച് നമുക്കിത് വേകുമ്പോഴേക്ക് അത് തയ്യാറാക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മളെ മട്ടനിക്കുള്ള അരപ്പൊക്കെ ഒന്ന് തേങ്ങ വറുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ഇപ്പോൾ ചട്ടി വെച്ച് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ലേശം അരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഏത് അരിയായാലും കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് അരിയായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പൊട്ടട്ടെ. ഇത് നമ്മൾ ഇടുന്നത് നമ്മളെ കറിക്കൊരു കൊഴുപ്പ് കിട്ടാനും ഇതിനൊക്കെയാണ്. പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. അതും കൂടെ നന്നായിട്ട് നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ
അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇടുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയാണ്. ബ്രൗൺ കളറായിട്ട് വരണം, അതുവരെ വറുത്ത് കൊടുക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണം വറുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ തേങ്ങ കരിഞ്ഞ് പോകും. അപ്പോൾ നമ്മളെ കറിക്കൊരു കയ്പ്പ് പോലത്തെ ഒരു ചുവയൊക്കെ ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് കരിയാതെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളെ തേങ്ങ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ, മൂത്ത് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. ഇന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ച് നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഇത് നമ്മളെ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ അരച്ച് വെച്ച കൂട്ടും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് നല്ലോണം തിളക്കട്ടെ കേട്ടോ. നമ്മൾ മിക്സി ഒന്ന് കഴുകി കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമ്മളെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇനി വേണ്ടവർക്ക് ഇത് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞൊന്ന് തൂമിച്ച് പാരം ചെയ്യട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില മാത്രമേ ഇട്ടിട്ടുള്ളൂ, കാരണം നമ്മൾ ഇതൊക്കെ വാട്ടി വെച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങ വറുക്കുമ്പോൾ ഒരു സ്പൂൺ അരി ഇട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് വറുക്കുക. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തേത് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.